ഹായ് ഹലോ. അപ്പോൾ ബീച്ചിനും രാജേട്ടനും കൂടെ കോയമ്പത്തൂർക്ക് ഒരു ദിവസം വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് കോയമ്പത്തൂർ സ്പെഷ്യൽ കാളം കഴിക്കണം. അങ്ങനെ പറഞ്ഞ സമയത്ത് നമുക്ക് അറിയാവുന്ന ഒരു കടയാണ് കേട്ടോ. ശരൺപേട്ട ജംഗ്ഷനുള്ള ഒരു കടയാണ്. നമ്മൾ വന്ന സമയം മുതലേ നമ്മൾ ഇവിടെ നിന്നാണ് കാളനും അതേപോലെ നൂഡിൽസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ കുറേ ആയിട്ടോ കഴിച്ചത്. നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ അധികം ഇറങ്ങാറില്ല. അതുപോലെ ഭയങ്കര ടേസ്റ്റുള്ള കാളനാണ് കേട്ടോ ഇവിടുത്തെ. നമുക്ക് വേറെയും കുറേ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ആ ഭാഗത്ത് നിന്ന്, പക്ഷേ അവിടത്തേക്കാളൊക്കെ ടേസ്റ്റ് കൂടുതൽ ഇവിടെയാണ്. നൂഡിൽസിനൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് 4 കാളനും ഒരു നൂഡിൽസാണ്. ആഷ്വലി നൂഡിൽസ് മതിയെന്ന് പറഞ്ഞിട്ട് ആഷ്വലി ഒരു സെപ്പറേറ്റ് നൂഡിൽസും, ബാക്കി ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾക്ക് 4 പേർക്ക് ഒരു കാളനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നൂഡിൽസ് ഏകദേശം 2 പേർക്ക് കഴിക്കാവുന്ന നൂഡിൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പാഴ്സൽ വാങ്ങുകയാണ് ചെയ്തത്. നമുക്ക് പോകുന്ന വഴി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ടൈം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സമയത്ത് ഈ ഭാഗങ്ങളിൽ ഭയങ്കര ബ്ലോക്കുള്ള ടൈമാണ് കേട്ടോ. ഒന്നാമത് എല്ലാവരും വർക്ക് കഴിഞ്ഞ് പോകുന്നതും അതേപോലെ നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഒക്കെ തിരക്ക് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ഹൈവേ കയറിയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് പോവുകയാണ്. അപ്പോഴേക്കും നമ്മളുടെ കാളം കുറച്ച് ചൂടാറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നൂഡിൽസ് അതുപോലെ ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവർക്കും കാളിനേക്കാൾ അപ്പം ഇഷ്ടമായത് നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു. എന്നിട്ട് രാശേനും കഴിച്ചിട്ടും ബാക്കിയാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് പിന്നെ നമ്മൾ നേരെ മണ്ണാർക്കാടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മണ്ണാർക്കാടേക്ക് അവരെ കൊണ്ടുപോകാൻ നിസ്മേനെയും വിസയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിസ്മയുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം ഞങ്ങൾ കേട്ടോ. കുറച്ച് നേരം അവിടെ സംസാരിച്ച് നിന്നപ്പോഴേക്കും അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ കൂടെ വിട്ടതിന് ശേഷം ഞാൻ രാശേനും കൂടെ നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.